ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ ഒരു തട്ടിൽ കൂട്ടി ദോശ തയ്യാറാക്കിയെടുക്കാം. ഒരു കുട്ടി ദോശ ഉണ്ടാവുമല്ലോ തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കുട്ടി ദോശയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഈസ്റ്റ് ചേർക്കേണ്ട, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട, അങ്ങനെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതിൻ്റെ നേരെ പകുതി നമ്മൾ ചോറ് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരി ഉണ്ടല്ലോ, പുഴുങ്ങലരി, അതിട്ട് കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് പുഴുങ്ങലരി ഇട്ട് കൊടുക്കുക. 1 കപ്പ് പച്ചരിയിലേക്ക് 1/2 കപ്പ് പുഴുങ്ങലരി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേറൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഉഴുന്നാണ് ചേർക്കുന്നത്. കൂടുതൽ ഉഴുന്ന് വേണ്ട കേട്ടോ, ഇത്ര തന്നെ മതിയാവും. 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ഉഴുന്ന് ദോശയൊക്കെ ഒന്നും എടുക്കുന്ന അത്രയും ഉഴുന്ന് ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ മതി. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അങ്ങ് കഴുകി വരാം. ഇപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്മൾ സോക്ക് ചെയ്യാൻ ഈ കുതിർക്കാൻ വെക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് കഴുകി വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ ആ 2 ടേബിൾ സ്പൂണ് ഉഴുന്നിലേക്ക് 1/2 കപ്പ് വെള്ളവും, അതുപോലെ ഈ അരിയിലേക്ക് 1 കപ്പ് വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് അരിയിലേക്ക് ഈ വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. 1/2 കപ്പ് ഇതിലേക്കും, ചെറുതിലേക്കും വലുതിലേക്ക് 1 കപ്പും. അങ്ങനെ ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം അത് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതെല്ലാം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്കൊരു 6 ടേബിൾ സ്പൂണ് ചോറ്, നമ്മുടെ സാധാരണ ചോറ്, ഏത് ചോറായാലും കുഴപ്പമില്ല, നമ്മൾ വെക്കുന്ന ചോറ്, വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണുമാണ് കേട്ടോ. കപ്പളവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ. അത് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് അരിയും ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. ആ ഒരു ജാറിലേക്ക് തന്നെ അരിയും ഇട്ട് കൊടുക്കുക. 2 ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സെയിം ജാറിലേക്ക് തന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെ കേട്ടോ എല്ലാം അരച്ചെടുക്കുന്നത്. വേറെ വെള്ളമൊന്നും അതിലേക്ക് ചേർക്കുന്നില്ല, വെള്ളം കൂടി പോവരുത്. അപ്പോൾ അതും ഇതുപോലെ അരച്ചെടുത്തിട്ട് ആ സെയിം ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ അത് വടിച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ കൈ വൃത്തിയായി വെച്ചാൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതാരും മടിക്കണം. ചിലർക്ക് കൈ കൊണ്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ. പക്ഷേ ഇതിലേക്ക് കൈ മെയിനാണ് കേട്ടോ. കൈ കൊണ്ട് ഇത് ഇളക്കി കൊടുക്കൽ മെയിനാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കൈ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് അത് നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ മാവ് വരിക. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ 10 മിനിറ്റോളം നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 8 മുതൽ 10 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നല്ല കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു പരുവത്തിൽ മാത്രമേ പൊങ്ങി, ഓവറായിട്ട് പൊങ്ങി പുറത്തേക്ക് പോകുമൊന്നുമില്ല. എന്നിട്ട് ഞാനിതുപോലെ റൈസ് കുക്കറിലാണ് ഇത് വെക്കാറ്. നല്ല തണുപ്പുള്ള സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ റൈസ് കുക്കറിലാണ് ഞാൻ അടച്ച് വെക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചാലും മതി. അപ്പം ഞാനിത് ഓവർനൈറ്റ് ആയിരുന്നു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ, നല്ലെണ്ണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തത് മാത്രം. അപ്പോൾ അത് ഓവറായിട്ട് ചൂടാകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ച് കൊടുക്കണം കേട്ടോ. ഓവറായിട്ട് ചൂടാവരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ടത് നമ്മുടെ മാവ്, ഒരു ചെറിയൊരു തവി മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. നല്ല വലിപ്പത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കണ്ട. അപ്പം നമ്മുടെ മറ്റേ മസാല ദോശക്കൊക്കെ ഉള്ള പോലത്തെ, നെയ് റോസ്റ്റിനൊക്കെ ഉള്ള പോലത്തെ ദോശയാവും. അപ്പം കുറച്ച് കട്ടിയിലാണല്ലോ ഈ ദോശ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത്
ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് മേൽഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ, അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാതെയും കഴിക്കാം. പക്ഷെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇത് മറിച്ചിട്ട് അങ്ങനെ ഒരു ആ മേൽഭാഗം ഒരു ചെറിയ മൊരിഞ്ഞൊരു കളറിലാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തട്ടിൽ കുട്ടി ദോശ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. കല്ലിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് ചൂടാവരുത്, എന്നാൽ ചൂട് വേണം. അങ്ങനെ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ്, നമുക്ക് ഇഷ്ടമുള്ളത് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം ആകുമ്പോൾ എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ കാണും, അതും കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക കേട്ടോ. എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വിടുന്ന സമയത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക്